എല്ലാ കൂട്ടുകാർക്കും ഭവൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്യാബേജ് ചട്നി ആട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, ഇച്ചിരി എണ്ണ മതി, എണ്ണ ഒഴിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 മീഡിയം തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയാണെങ്കിലും മതി. പിന്നെ എരിവനുസരിച്ച് പച്ചമുളക്, ഞാനിവിടെ ഒരു 4 പച്ചമുളക് നല്ല നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പിടി നമ്മൾ കഴിക്കുന്ന കടല ഉണ്ടല്ലോ, നിലക്കടല, അത്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പുളിയുണ്ടല്ലോ, ആ പുളി തിന്നുന്ന പുളിയാട്ടോ, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. അതായത് അതിൻ്റെ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ആ കടല അതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ നമ്മൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നല്ലപോലെ എല്ലാം ഉപ്പും അതെല്ലാം ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തിയ ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് ചെറുതീയിൽ അത് നല്ലപോലെ ഒന്ന് വഴറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞെങ്കിൽ ഇതൊന്ന് ചൂടാറിയ ശേഷം അരച്ചെടുത്താൽ നമ്മുടെ ക്യാബേജ് ചട്നി റെഡിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കടുക് പൊട്ടിച്ചൊഴിക്കണേ. അതിൻ്റെ അകത്ത് വറ്റൽമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ കടുക്, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇവിടെ ചട്നി റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ, വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി ക്യാബേജ് കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.